ഇത്തവണ നാട്ടിൽ 7 ആഴ്ചക്കാണ് വരുന്നത്. ഇഷ്ടം പോലെ സമയമുണ്ടെന്നൊക്കെയായിരുന്നു പറച്ചില്. എവിടെ 7 ആഴ്ച 7 ദിവസം പോലും ഉണ്ടായില്ല. അങ്ങനെ ആ കത്തിക്കൽ കഴിഞ്ഞു. 4-5 ദിവസത്തില് നമ്മൾ തിരിച്ചു പോവായി. ഇന്നങ്ങനെ വലിയ ആർഭാടങ്ങളും ഒച്ചപ്പാടും ഒന്നും ഇല്ലാത്ത ഒരു സാധാരണ രാവിലെയാണ്. 1ാമത്തെയും 2ാമത്തെയും 3ാമത്തെയും വെളിയിൽ എണീക്കാതെ 4ാമത്തെ വെളിയിൽ അമ്മയുടെ അക്ഷരവും സ്വരവും ഒന്ന് ചെറുതായി മാറിയപ്പോഴാട്ടോ നമ്മൾ എണീറ്റ്. വാട്ട് എ വണ്ടർഫുൾ മോർണിംഗ് അല്ലേ? അടുക്കളയിൽ നിന്ന് അമ്മയുടെ അച്ഛൻ്റെയും വക ചെറിയ തട്ടുമുട്ടൊക്കെ കേൾക്കുന്നുണ്ട്. പോയി ഒരു ചായയൊക്കെ കുടിച്ച് തട്ടിൻ്റെയും മുട്ടിൻ്റെ ഒക്കെ ഒന്ന് ഭാഗമാവാം. വിഷ്ണു രാവിലെ എണീറ്റുടനെ ചായ കുടിച്ച് പത്രം വായനയിലാണ്. ഇതൊക്കെ നാട്ടിൽ മാത്രം വരുമ്പോഴുള്ള ലക്ഷറിയാണ്. യുവി ഒരു ചെറിയ പൂച്ചുറക്കത്തിലുമാണ്. എൻ്റെ വീടിൻ്റെ നേരെ മുന്നിലാണ് മദ്രസ. അതുകൊണ്ട് തന്നെ പണ്ട് തൊട്ടേ എൻ്റെ ഒരു ദിവസം തുടങ്ങാറ് ഇവിടെ നിന്നുള്ള പ്രാർത്ഥനകൾ കേട്ടിട്ടാണ്. പണ്ട് മദ്രസ വിടുന്ന സമയത്തിനോട് ഏകദേശം അടുപ്പിച്ചായിരുന്നു സ്കൂൾ ബസ് വരിക. അങ്ങനെ ഓരോ ഓർമ്മകൾ. അച്ഛനൊരു കണക്ക് മാഷും ചെറിയൊരു രാഷ്ട്രീയ പ്രവർത്തകനൊക്കെ ആണെങ്കിലും അതിനേക്കാളൊക്കെ ഉപരി നല്ലൊരു കർഷകനാണെന്നാട്ടോ എനിക്ക് തോന്നിയിട്ടുള്ളത്. മണ്ണിൽ വെച്ചതൊക്കെ പൊന്നാവുന്നൊരു കൈയാണ് അച്ഛൻ്റെ. അതുകൊണ്ട് തന്നെ ചെറിയൊരു ലോക്ക്ഡൗൺ ഒക്കെ പെട്ടെന്ന് വന്നാൽ കഴിഞ്ഞുകൂടാനുള്ളതൊക്കെ നമുക്ക് പറമ്പിൽ തന്നെ ഉണ്ട്. ഇത് അച്ഛനധികം സജീവല്ലാത്ത കാലത്തെ തോട്ടമാണ് കേട്ടോ. അല്ലെങ്കിൽ നമുക്കധികം പച്ചക്കറികൾ തന്നെ അങ്ങനെ പുറത്തുനിന്ന് വാങ്ങേണ്ടി വരാറില്ല. യുവി ബോർഡ് ഒരു പൂച്ചുറക്കം കഴിഞ്ഞ് നല്ല ആക്റ്റീവായി എണീറ്റിട്ടുണ്ട്. കുറച്ച് ദിവസം കൂടെ ഈ പച്ചപ്പും ഹരിതാപും ഒക്കെ കാണാൻ പറ്റുള്ളൂ. കാണട്ടെ. തിരിച്ചു പോയാൽ ഇനി മഞ്ഞാണ്. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് നല്ല ഇഡ്ഡലിയും തേങ്ങാ ചട്നിയും തേങ്ങ അനക്കാത്ത സാമ്പാറുമാണ്. ആഹാ, എന്താ സ്വാദ്. റിട്ടയർ ചെയ്തെങ്കിലും അച്ഛന് റെസ്റ്റ് എന്ന് പറഞ്ഞൊരു കാര്യം ഞാൻ കണ്ടിട്ടില്ല. ഇപ്പൊ പെൻഷനേഴ്സ് യൂണിയനും സംഘടനാ പ്രവർത്തനം ഒക്കെ സജീവമാണ്. 9:30 ആയപ്പോക്കെ അമ്മ ദേ സ്കൂളിൽ പോകാൻ റെഡിയായി. ഈ പോക്ക് തുടങ്ങിയിട്ട് കാലം കുറച്ചായിട്ടോ. 33 വർഷം സർവീസുള്ള ടീച്ചറാണ്. കഴിഞ്ഞു. ഈ കൊല്ലം കൂടിയേ ഉള്ളൂ. അങ്ങനെ എല്ലാവരും അവരുടെ കാര്യങ്ങൾക്ക് കയറിയ സ്ഥിതിക്ക് ഞങ്ങൾ തറവാട് വരെ പോയി അമ്മമ്മേനെയും വെളിച്ചനെയും കണ്ടിട്ട് വരാം. ഇതൊരു പതിവാണ്. ഓരോ കൊല്ലം കഴിഞ്ഞ് നാട്ടിൽ വരുമ്പോഴും വയസ്സാവുന്നതിന്റെ ഭാഗമായി ഇവർക്കൊക്കെ എത്ര മാറ്റാ വരുന്നതെന്ന് ആലോചിക്കുമ്പോഴാണ് ചെറിയൊരു വിഷമം തോന്നാറ്. യുവീനെ അമ്മമ്മയും വെളിച്ചനും കളിപ്പിക്കുന്ന കാണുമ്പോൾ തന്നെ മനസ്സിനൊരു പ്രത്യേക സന്തോഷമാണ്. ഇനി പോയി ചെറുതായി പോവാനുള്ള പാക്കിംഗ് ഒക്കെ ഒന്ന് തുടങ്ങട്ടെ.